സിനിമാ നടൻ കൃഷ്ണകുമാറിന്റെ മകളുടെ സ്ഥാപനത്തിൽ നിന്നും 65 ലക്ഷം രൂപ തട്ടിയ കേസിലെ കുറ്റപത്രം ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം കോടതിയിൽ സമർപ്പിച്ചു. ദിയ കൃഷ്ണ നടത്തിവന്ന സ്ഥാപനത്തിൽ നിന്നും അവർ ഗർഭ അവസ്ഥയിലായതിനാൽ അവർക്ക് നിരന്തരമായി അവരുടെ സ്ഥാപനം സന്ദർശിക്കാനോ അല്ലെങ്കിൽ ദിവസമുള്ള കണക്കുകൾ നോക്കാനോ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ പ്രതികൾ 65 ലക്ഷം രൂപ വ്യാജ QR കോഡ് നൽകി തട്ടിയെടുത്തതായിട്ടാണ് ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം. ഇതിൽ ഉൾപ്പെട്ട പ്രതികൾ ഈ തുക കൈവശപ്പെടുത്തുകയും അവരുടെ ആഡംബര ജീവിതത്തിനും വസ്തുവകകൾ വാങ്ങാനും സ്വർണം വാങ്ങിക്കാനും ഉപയോഗിച്ചു എന്നാണ് ക്രൈംബ്രാഞ്ച് പുറത്തേക്കുന്ന കുറ്റപത്രം. ഇതിലെ പ്രതികൾ വിനിത ജൂലിയറ്റ്, ദിവ്യ ഫ്രാങ്ക്ലിൻ, രാധാകുമാരി, ദിവ്യയുടെ ഭർത്താവ് ആദർശ് എന്നീ 4 പ്രതികളാണ് ഈ കേസിനകത്തുള്ളത്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത, ഈ കേസിലെ മോഷണം, അന്യായമായ കൈവശപ്പെടുത്തൽ, ചതി, വിശ്വാസവഞ്ചന എന്നീ വകുപ്പുകൾ ചേർത്തിട്ടുണ്ടെങ്കിലും കുറ്റകരമായ ഗൂഢാലോചന എന്ന 120B വകുപ്പ് ചേർത്തിട്ടില്ല. അതിന് കാരണം സർക്കാരിലെ ഈ പ്രതികൾക്കുള്ള അന്യായമായിട്ടുള്ള സ്വാധീനമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്രൈംബ്രാഞ്ച് വളരെ ഗുരുതരമായ ഒരു നോട്ടപ്പിശകാണ് ഈ കുറ്റപത്രത്തിൽ നടത്തിയിരിക്കുന്നത്. വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. ഈ 4 പേരും ഒരുമിച്ച് ചേർന്നതും അവർ ഒരുമിച്ച് ആലോചന നടത്തിയതും അവർ കിട്ടിയ പൈസ കൃത്യമായിട്ട് വീതിച്ചെടുത്തതും അതിന് വേണ്ടിയിട്ട് ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ചതും അതിൽ 1-ാം പ്രതിയുടെ ഭർത്താവിനെ കൂടുതലായിട്ട് ചേർത്തതും എല്ലാം ഈ കേസിന്റെ ഗൂഢാലോചനയിലേക്ക് വഴി തുറക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ പോലും 120B എന്നുള്ള, അതായത് പഴയ 120B, അതായത് കുറ്റകരമായ ഗൂഢാലോചന എന്ന കുറ്റത്തിൽ നിന്ന് ഈ പ്രതികളെ ഒഴിവാക്കിയിരിക്കുന്നത് ഇവർക്ക് കഠിനമായ ശിക്ഷ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇവർക്ക് നഷ്ടമുണ്ടായ തുക തിരിച്ചു കൊടുത്ത് ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തിക്കാനുള്ള ഒരു രീതിയിലാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം നൽകിയിരിക്കുന്നത്. എന്തായാലും പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും കസ്റ്റഡിയിൽ എടുക്കുകയും ഒന്നും സമയത്തിന് ചെയ്തിട്ടില്ലാത്ത സ്ഥിതിക്ക് ഈ കേസിലുള്ള അന്വേഷണം ഇഴയുമെന്നും ഇവരുടെ വിചാരണ അനാവശ്യമായി നീണ്ടുപോകുമെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇത്തരം കേസുകളിൽ വ്യക്തികൾ വ്യക്തിപരമായിട്ട് കൂടി കേസിൽ വാദിയായിട്ട് ചേർന്നില്ലെങ്കിൽ പ്രോസിക്യൂഷൻ കേസ് അട്ടിമറിക്കാനുള്ള പൂർണ്ണ സാധ്യത ഇതിൽ നിന്നും വ്യക്തമാണ്. നമുക്കറിയാം, നമ്മളെ ശബരിമലയിലെ സ്വർണ്ണപ്പാളി കേസിൽ ഗവൺമെന്റ് ചാർത്തിയ കുറ്റങ്ങൾ വകുപ്പുകൾ പോരാ എന്ന് കാണിച്ചിട്ട് കുറ്റകരമായ ഗൂഢാലോചന ഇതിനകത്ത് ചേർത്തില്ല എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുകയും കുറ്റപത്രം മടക്കുകയും ചെയ്ത കാര്യം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയപരമായിട്ടും വ്യക്തിപരമായിട്ടുള്ള സ്വാധീനം ഉപയോഗിച്ച് പ്രോസിക്യൂഷനെയും ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിക്കാനും കുറ്റപത്രത്തിൽ മായം ചേർക്കാനുള്ള ഒരു രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. നന്ദി, നമസ്കാരം.